കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പിടിച്ചുകുലുക്കിയതായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ഷാഫി പറമ്പിലും കെ ശൈലജയും ഏറ്റുമുട്ടിയ മത്സരത്തിൽ വമ്പൻ മാർജിനിലേക്ക് ഷാഫിയുടെ വിജയം എത്തിക്കുന്നതിലും കാഫിർ സ്ക്രീൻഷോട്ട് കേസ് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്, മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നമ്മളിൽ പെട്ടവരല്ലേ, ചിന്തിച്ചു വോട്ട് ചെയ്യൂ എന്നായിരുന്നു സ്ക്രീൻഷോട്ടിൽ എഴുതിയിരുന്നത്. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കുമാണ് പിന്നീട് പോയത്. CPM മുൻ MLA കെ ലതികയടക്കമുള്ളവർ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ UDF ശ്രമിക്കുന്നുവെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകരായ മുഹമ്മദ് കാസിമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു CPMന്റെ ആരോപണം. സ്ക്രീൻഷോട്ട് ഇടത് സൈബറിടങ്ങളിലെല്ലാം ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. കേസിൽ മുഹമ്മദ് കാസിമിനെതിരെ കേസെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ പങ്ക് തെളിയിക്കാനായില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇതോടെ CPM പ്രതിരോധത്തിലായി. ഇതിനിടെ പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെ ആരോപണം ഉന്നയിക്കുകയും വിവാദം സൃഷ്ടിക്കുകയും ചെയ്ത CPMന് തന്നെ ഇത് തിരിച്ചടിയായി. അന്വേഷണം DYFI നേതാവും അധ്യാപകനുമായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരിലേക്ക് എത്തിയതോടെ അന്വേഷണം നിലയ്ക്കുന്ന നിലയിലേക്കും എത്തി. പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞായിരുന്നു പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയത്. ഇതിനിടെയാണ് സർക്കാർ മാറുന്നതും പുനരന്വേഷണത്തിന് SITയെ നിയോഗിക്കുന്നതും. SIT അന്വേഷണം ഏറ്റെടുത്തതോടെ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെ DYFI പ്രവർത്തകരെ രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്ന് ആരോപിച്ച് DYFI ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും എന്നാൽ DYFIയെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടിനെ ചെറുക്കുമെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. നാളെ ജിതിനെ പാർട്ടി തള്ളിപ്പറയും. എന്നാൽ ജിതിന് പിന്നിൽ CPMലെ സംസ്ഥാന നേതാക്കളാണെന്ന് കെ ശൈലജ ടീച്ചറിനെ സ്നേഹിക്കുന്നവർ വിശ്വസിക്കുന്നു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ചു എന്ന് കരുതുന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കോഴിക്കോട് റൂറൽ SP T ഫറാഷ് പറഞ്ഞത്. അതിന്റെ ഉറവിടത്തിലേക്കുള്ള അന്വേഷണത്തിൽ അറസ്റ്റ് നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക തെളിവ് കിട്ടിയെന്ന് സൂചനയുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചയാളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന. വടകര സ്ക്വാഡ് വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. CPMന്റെ പിണറായി പക്ഷക്കാരായ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നും ആരോപണമുണ്ട്. ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിക്കുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ കെ ശൈലജ മോഹിച്ചതാണ് പിണറായിക്കുണ്ടായ കലിപ്പിന് കാരണം. കടത്തുനാട് സഖാക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ബൗപ്പറ സഖാക്കൾ എന്ന Facebook പേജിലും ആദ്യഘട്ടത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മാണം സംബന്ധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് SIT ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. കേസിൽ ചോദ്യം ചെയ്യാനായി കൂടുതൽ പേർക്ക് SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ DYSP മനോഹരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തതെന്നായിരുന്നു മുൻ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ നിലവിലെ പ്രത്യേക അന്വേഷണ സംഘം റിബേഷ് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കെല്ലാം വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചതെന്ന് വ്യക്തമായത്. ഈ ഗ്രൂപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്ത് ജിതിൻ ഭാസ്കറിനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വടകര മണ്ഡലത്തിൽ പ്രചരിച്ച വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച കേസിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നതും CPMന് നേരെയാണ്. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ മുഴുവൻ വാദങ്ങളും പൊളിച്ചെടുക്കുന്ന വസ്തുതകളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരെ UDF പ്രചരിപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി CPM ആണ് ആദ്യം കാഫിർ സ്ക്രീൻഷോട്ട് വലിയ ചർച്ചയാക്കിയത്. കാഫിർ സ്ക്രീൻഷോട്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന Facebook പേജിലാണ് പൊതുജനം കാണുന്ന തരത്തിൽ ആദ്യം വന്നത്. പേജിന്റെ അഡ്മിൻ മനീഷ് മനോഹരന്റെ ഫോണിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് 2:34 റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് വന്നു. റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ അന്ന് ഉച്ചയ്ക്ക് 2:13 അമൽറാമാണ് പോസ്റ്റ് ചെയ്തത്. അമൽറാമിന് പോസ്റ്റ് ലഭിച്ചത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. റെഡ് എൻകൗണ്ടേഴ്സിൽ ആ പോസ്റ്റ് ഇട്ടത് അധ്യാപകരും DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റുമായ റിബേഷ് ആണെന്നും കണ്ടെത്തി. റിബേഷിനെ ചോദ്യം ചെയ്തെങ്കിലും എവിടെ നിന്നാണ് ഈ പോസ്റ്റ് ലഭിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഇതോടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. വ്യാജ പോസ്റ്റ് വന്ന പോരാളി ഷാജി എന്ന Facebook പേജിന്റെ അഡ്മിനായ വഹാബ്
യുവാവിന്റെ ഫോണും പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. ഇക്കാര്യങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിലുള്ളത്. CPMനായി സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പോസ്റ്റ് പ്രചരിപ്പിച്ചതെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. പോസ്റ്റിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം ഡിവൈഎഫ്ഐ നേതാവിൽ എത്തി നിൽക്കുന്നതും പരസ്യമായതോടെ പാർട്ടി നേതൃത്വം കടുത്ത പ്രതിരോധത്തിലാണ്. അതിനിടെ CPM പാർട്ടി തലത്തിൽ സമാന്തരമായി നടത്തിയ അന്വേഷണത്തിൽ സൈബർ പോരാളികൾക്കുള്ള പങ്ക് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജി അടക്കമുള്ള ഫേസ്ബുക്ക് പേജുകളെ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നത്. പോരാളി ഷാജിയിൽ ഇപ്പോൾ ഇടതുവിരുദ്ധതയാണ് കൂടുതലെന്നായിരുന്നു ജൂൺ 13 അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നടത്തി വിശദീകരിച്ചത്. ഇതും CPM നേതാക്കളുടെ അറിവോടെയുള്ള കള്ളക്കളിയായിരുന്നു. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമചന്ദ്രനെ അന്ന് പാർട്ടി അനുകൂലിച്ചിരുന്നു. ഇത് ശൈലജയെ ആശങ്കയിലാഴ്ത്തി. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് റിബേഷിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. KK ശൈലജ ടീച്ചറെ വടകരയിൽ നിന്ന് തോൽപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. ശൈലജയുടെ അശ്ലീല വീഡിയോ പുറത്തിറങ്ങിയെന്ന് വരെ MV ഗോവിന്ദൻ പ്രചരിപ്പിച്ചു. തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിട്ടില്ല. അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്ന് ടീച്ചർ ചോദിച്ചു. ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ കൈമാറിയിട്ടില്ല. KK ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി അടക്കം വെച്ച് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യം ഉത്തരം അഭിമുഖം പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നായിരുന്നു KK ശൈലജയുടെ വിശദീകരണം. ശൈലജ ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും VD സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് അന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഫോൺ വീഡിയോ ഇല്ലെന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത്, ഞങ്ങൾ എല്ലാവരും പറയണ്ടേ? ടീച്ചർ പറയേണ്ടതില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ? സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടെ അറിഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഗുണഭോക്താവ് ആരാണ്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് VD സതീശനും ഷാഫി പറമ്പിലും എന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. എന്നാൽ ആരും തെളിയിച്ചില്ല. ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അപകീർത്തി കേസ് കോടതിയിലെത്തിയാൽ MV ഗോവിന്ദൻ ഒറ്റയ്ക്കാകും. കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിൽ തെളിവ്. അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും. എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിലെത്തിയതെന്ന് പറയേണ്ട ബാധ്യത ഗോവിന്ദനുണ്ട്. ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഷാഫി പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത MV ഗോവിന്ദനുണ്ട്. ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് MV ഗോവിന്ദന്റെ ആവശ്യമായിരുന്നു. ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന MV ഗോവിന്ദന്റെ ഏക റിബൽ KK ശൈലജയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടെ ഗോവിന്ദൻ എതിരാളികളില്ലാതായി. ഏക തടസ്സം ടീച്ചറമ്മയുടെ ഇമേജാണ്. ഇത് കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത്.